നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിലാക്സ് ചെയ്യാൻ സമയമില്ല, ഓൾവേസ് കീപ് ദി ബാർ ഹൈ. നയം വ്യക്തമാക്കുകയാണ് അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ താരം ഹുലിയൻ ആൽവേരസ്. കഴിഞ്ഞ കോപ്പ അമേരിക്ക വിജയിച്ചു, ഫൈനലിസിമ വിജയിച്ചു, വേൾഡ് കപ്പ് വിജയിച്ചു, ഈ കോപ്പ അമേരിക്ക വിജയിച്ചു. അടുത്ത വേൾഡ് കപ്പിനുള്ള ക്വാളിഫയിങ് റൗണ്ടിൽ സൗത്ത് അമേരിക്കയിൽ ഒന്നാമതാണ്. ഇങ്ങനെ തുടരെ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ മോട്ടിവേഷൻ വേണമല്ലോ മുന്നോട്ട് പോകാൻ. അതാണ് അദ്ദേഹം പറയുന്നത്. കോച്ചിങ് സ്റ്റാഫ് എപ്പോഴും നൽകുന്ന നിർദ്ദേശം റിലാക്സ് ചെയ്യരുത്. റിലാക്സ് ചെയ്യാൻ കഴിയില്ല അർജൻറ്റീൻ ദേശീയ ടീമിൽ കളിക്കുമ്പോൾ. എപ്പോഴും ആ സ്റ്റാൻഡേർഡ് ഹൈ ആയിട്ട് തന്നെ നിലനിർത്തണം. പിന്നെ ഈ കളി, ചിലിക്കെതിരെ കളിക്കാൻ പോകുന്ന കളി, അത് നമുക്കറിയാമല്ലോ, വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആ മത്സരം. ആ കളിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആംഹേൽ ഡി മരിയ ഇല്ല, അദ്ദേഹം വിരമിച്ചു. ലിയോ മെസ്സി ഇല്ല. രണ്ടുപേരുമില്ലാതെ അർജൻറ്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് അത്യപൂർവമാണ്. ഇത് ഞങ്ങൾക്കത്ര പരിചയമില്ലാത്ത കാര്യമാണ്. പക്ഷേ വിജയിച്ച് പറ്റൂ എന്നറിയാം. മികച്ച പ്രകടനം നടത്തുമെന്ന് ഇപ്പോൾ ഹുലിയൻ ആൽവേരസ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. TYC സ്പോർട്സ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും അർജൻറ്റീൻ ദേശീയ ടീമിൽ കളിക്കുക എന്ന് പറയുമ്പോൾ മികച്ച രൂപത്തിൽ പ്രകടനം നടത്തിയേ പറ്റൂ. ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. കോച്ചിങ് സ്റ്റാഫ് ഞങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, റിലാക്സ് ചെയ്യാൻ സമയമില്ല. എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡ് ഹൈ ആയിട്ട് വെക്കുക. ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വേണം കാര്യങ്ങൾ. എപ്പോഴും തലപ്പത്ത് നിൽക്കാൻ കഴിയണം. ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാം സമർപ്പിച്ച് കളിക്കുന്നു. ഇവിടെ എല്ലാ മത്സരത്തിലും ഞങ്ങളുടെ ഒരു സ്പിരിറ്റ് കാണിക്കേണ്ടതുണ്ട്. ഓരോ മിനിറ്റിലും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് നയം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കാര്യം, ലിയോ മെസ്സി ഇല്ലാതെയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആരായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ള ചോദ്യത്തിന് അത് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ട്രെയിനിങ് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരാണ് ക്യാപ്റ്റൻ എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കോച്ചിങ് സ്റ്റാഫ് അധികം വൈകാതെ അത് പറയുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഓർമ്മയില്ല അവസാനമായിട്ട് എപ്പോഴാണ് ഇത് സംഭവിച്ചത്. മെസ്സിയും ഡിമരിയയും ഇല്ലാതെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങിയത് എന്നെനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞങ്ങൾ അതിനോട് അഡാപ്റ്റഡ് ആയേ പറ്റൂ, അവരില്ലാതെ കളിച്ചേ പറ്റൂ. ഏതായാലും നല്ലൊരു ട്രിബ്യൂട്ട് ആംഹേൽ ഡി മരിയയ്ക്ക് കൊടുക്കണം, ഫിഡോക്ക് കൊടുക്കണം. അദ്ദേഹം അത് ഡിസർവ് ചെയ്യുന്നത്. പിന്നെ ലിയോയുടെ കാര്യത്തിൽ അധികം വൈകാതെ അദ്ദേഹം ഈ ടീമിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ഹുലിയൻ ആൽവേരസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഹുലിയൻ ആൽവേരസും അതുപോലെ ലൗറ്ററോ മാർട്ടീനസും നിക്കോ ഗോൺസാലസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അർജൻറ്റീനയുടെ മുന്നേറ്റങ്ങൾ നയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.